ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. എസ്റ്റിമേറ്റ് കണക്കുകളാണ് ഇതേവരെ കിട്ടാത്ത സർക്കാർ ചെലവ് കണക്ക് പുറത്തുവിട്ടു. എസ്റ്റിമേറ്റ് കണക്കുകളാണ് അല്ലല്ല, ഒരു കണക്കില്ല, കണക്കല്ല പുറത്തുവിട്ടത്. നിങ്ങൾക്ക് തെറ്റിയത്. എന്താണ് എസ്റ്റിമേറ്റ് കണക്കല്ല, എസ്റ്റിമേറ്റ് കണക്കുന്നൊരു കണക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ തന്നെ എന്റെ തർക്കം. എന്താണ് അവിടെ തന്നെ എന്റെ തർക്കം. ദയവായി മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ, ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതൊരു എസ്റ്റിമേറ്റ് ആണ്, ആക്ച്വൽസ് ആണ് എന്നത് എക്സ്പെൻഡിച്ചർ ആണ് എന്നതാണ് വന്ന പിഴവ്. പറയാം രണ്ടും രണ്ടാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഒന്നാമത്തെ കാര്യം പറയാം, ദയവായി കേൾക്കൂ. നിങ്ങൾ തെറ്റായി പറയുന്നത്. ഞാൻ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അതിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ തെറ്റ് പറയുന്നു. എന്താ തെറ്റ് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട്ടിൽ ദുരിതാശ്വാസത്തിന്റെ അത് തന്നെ തെറ്റ്. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് വയനാട് ദുരിതാശ്വാസ ചെലവേ കണക്കല്ല, കലക്ടറേറ്റിൽ ദുരിതാശ്വാസത്തിനുണ്ടായ ചെലവിന്റെ കണക്കല്ല. ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാർ എസ്റ്റിമേറ്റിന്റെ കണക്കാണോ? എസ്റ്റിമേറ്റിന്റെ കണക്കല്ല. നോ, അവിടെ തെറ്റി. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് ഞാൻ ചെലവിന്റെ കണക്കല്ല. അവിടെ നിങ്ങൾക്ക് തെറ്റിയത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ രാവിലെ പോയി അവിടെ ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. വയനാട്ടിൽ പോയി ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. വയനാട് കലക്ടറേറ്റിൽ ആരും എസ്റ്റിമേറ്റ് എടുത്തില്ല. ആഞ്ജനേയ സ്വാമി. ഇതെന്നാ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത്, മെമ്മോറാണ്ടം കൊടുക്കുന്നത് എന്നാണ് അല്ല, അങ്ങനെ എന്തായാലും തുടങ്ങി വെച്ചാണല്ലോ. അല്ലല്ല, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് എന്നാണ്? മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത് ഓഗസ്റ്റ് 17-ാം തീയതി അല്ലേ? പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ഉണ്ട്, അദ്ദേഹം പ്രേക്ഷകർക്കൊപ്പം പങ്കുവെക്കും. അത് താങ്കൾ പറഞ്ഞ വാർത്തയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ കളവിൽ നിൽക്കുകയാണ്. കളവിൽ നിന്നോളൂ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അവകാശമുണ്ട്. അല്ല, എന്നെ പറയാൻ അനുവദിക്കും. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. അല്ലല്ല, സംഭവം പിന്നീട് പറഞ്ഞാൽ മതി. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് ഒരു വാചകം ഞാൻ പറയുന്നുള്ളൂ. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. 30-ാം തീയതി ദുരന്തം ഉണ്ടായ ഉടനെ ആരും എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെയാണ് അവിടെ ചെലവെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വയനാട്ടിൽ നടന്ന ചെലവിന്റെ ഒരു കണക്കും ഇതുവരെ എവിടെയും പുറത്തു വിട്ടിട്ടില്ല. വയനാട്ടിൽ നടക്കുന്ന എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് ആണോ, എസ്റ്റിമേറ്റിന്റെ കണക്കാണോ കൊടുത്തത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് അല്ലേ, മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിന്റെ കണക്കല്ലേ അത്? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ചെലവിന്റെ കണക്കല്ല സാർ. ഞാൻ ചെലവിന്റെ കണക്കല്ല സാർ. ചെലവിന്റെ കണക്ക് കലക്ടറേറ്റ്. ഞാൻ പറയാത്തത് എന്റെ വായിൽ തിരികുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് എന്നല്ലേ ഞാൻ പറഞ്ഞത്? മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? താങ്കൾ പറയൂ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. മെമ്മോറാണ്ടത്തിലെ ചെലവിന്റെ എസ്റ്റിമേറ്റ് അല്ലേ? അല്ലല്ല. പിന്നെന്താ പറയൂ. പറഞ്ഞിട്ടില്ല. 50 കോടി രൂപ അവിടുത്തെ കാർഷിക നഷ്ടങ്ങൾക്ക് കണക്കാക്കി. 50 കോടി രൂപ ഗ്രൗണ്ടിൽ പോയി കാർഷിക നഷ്ടം കണക്കാക്കിയിട്ടില്ല. ഉദ്ദേശം എഴുതി വെച്ചതാ. അവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. ദയവായി മനസ്സിലാക്കൂ. ദയവായി ഒന്ന് പറയട്ടെ സാർ. 300 ദിവസം ചെലവഴിക്കാവുന്ന തുകകളെല്ലാം കൂടെ കൂട്ടി ഉദ്ദേശം എഴുതി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞു. അതിന്റെ പേരെന്താ? ആ കണക്ക് ഉദ്ദേശം അവർ എഴുതി കൊടുക്കുന്ന ഒരു ഭാഗത്ത്, കലക്ടറേറ്റിൽ നടക്കുന്ന പ്രവർത്തനം വേറൊരു കാര്യം. ഇത് രണ്ടും രണ്ടാണ്. മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്നത് എസ്റ്റിമേറ്റ് ആണെന്നും ആ എസ്റ്റിമേറ്റ്
ആ എസ്റ്റിമേറ്റിന്റെ മെമ്മോറാണ്ടം പറഞ്ഞത് നിവേദനമല്ലേ? അത് എക്സ്പെൻഡിച്ചർ നിവേദനമല്ലേ? അത് ചെലവിന്റെ കണക്കല്ലെന്ന്. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. പോ 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 പോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.